നമസ്കാരം. 2025-26 സാമ്പത്തിക വർഷം, അതായത് ഈ ഭരണസമിതിയുടെ അവസാനത്തെ സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്നിവിടെ വൈസ് പ്രസിഡന്റ് ശ്രീ രാജു അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ബഡ്ജറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, നമുക്ക് മുൻകാലങ്ങളിൽ കഴിഞ്ഞ 40-40 വർഷമായി 79 മുതൽ 1979 നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭരണം കൈയാടിയിട്ടുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ, ഇടതുപക്ഷ മുന്നണിയുടെ മുൻ ബഡ്ജറ്റുകളുടെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ നമുക്ക് പറയുമ്പോൾ, ഒരു മേഖലയെയും പ്രത്യേക ഊന്നൽ കൊടുത്ത് പദ്ധതികൾ തയ്യാറാക്കാതെ എല്ലാ മേഖലയെയും സ്പർശിച്ചു പോകുന്ന ഒരു ബഡ്ജറ്റ്. ആ രീതിയിലാണ് ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. തനത് ഫണ്ട് നമുക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള യാതൊരു നീക്കവും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഈ ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഒരു ഫണ്ടാണ് നമ്മുടെ പഞ്ചായത്തിൽ വിനിയോഗിക്കുന്നത്. ആ പഞ്ചായത്തിൽ വിനിയോഗിക്കുന്ന ഫണ്ട് അതിൻ്റെതായ ശുഷ്കാന്തിയോടുകൂടി എല്ലാ വാർഡുകളിലും ഒരേപോലെ വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തൊഴിലുറപ്പ് ഓഫീസിനെ സജ്ജമാക്കുന്നതിനുള്ള ഒരു ഇച്ഛാശക്തി പോലും ഇല്ലാത്ത ഒരു പഞ്ചായത്തായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൊഴിലുറപ്പ് പദ്ധതി നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തുകളിലെ ഫ്രഷ് റോഡുകളുണ്ട്, റോഡ് വർക്ക് കഴിഞ്ഞ റോഡുകളുണ്ട്. നമുക്ക് കിട്ടുന്ന മെയിൻ്റനൻസ് ഫണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് തകർന്നു പോയ റോഡുകൾ, കോൺക്രീറ്റ് ഭാഗമാണ് തകർന്നു പോയെങ്കിൽ അതിൻ്റെ മുകളിൽ റീകോൺക്രീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടാറിട്ട ഭാഗമാണ് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് റീടാറിങ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മെയിൻ്റനൻസ് ഫണ്ട് കൊണ്ട് നമുക്ക് റോഡിൻ്റെ മെയിൻ്റനൻസുകളും പിന്നെ സൈഡ് കട്ട് പോലുള്ള റോഡ് ഭിത്തി സംരക്ഷണം അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളൊരു ഫ്രഷായ റോഡ്, ഒന്നും ചെയ്യാത്ത, നമ്മൾ കടം എന്നൊക്കെ പറയുന്ന റോഡുകൾ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ തനത് ഫണ്ട് വേണം. അതല്ല, ആ തനത് ഫണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തൊരു ഫണ്ടാണ്. അതിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള, അതാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള യാതൊരു ശ്രമങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. പിന്നെ ആകെ ഉള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി നമുക്ക് റോഡ് വർക്കുകൾ ചെയ്യാൻ പറ്റും. ആ റോഡ് വർക്കിലും കഴിഞ്ഞ 3 വർഷത്തെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അവസാനം ഒരു വർഷം വന്നപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടും കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ പ്രതിപക്ഷ മെമ്പർമാർ, അല്ലെങ്കിൽ ഭരണസമിതിയിൽ ഭരണപക്ഷം പ്രതിപക്ഷം ഇല്ല എന്ന് പറയുന്നെങ്കിലും ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട്. ഭരണം കൈയാളുന്നവരെ ഞാൻ ഭരണപക്ഷമായിട്ടാണ് കാണുന്നത്. ഞങ്ങളാരും ഭരണ കൈയാളുന്ന വിഭാഗത്തിൽപ്പെട്ടതല്ല. അപ്പം ഞങ്ങളെയും കൂടി ഞങ്ങളെയും ജനങ്ങൾ തിരഞ്ഞെടുത്തവരാണ്, ഞങ്ങൾ ജനപ്രതിനിധികളാണ്, ഞങ്ങളുടെ വാർഡുകളിലും ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ കൂടി നിറവേറ്റി തരേണ്ട ഉത്തരവാദിത്വം ഭരണസമിതിക്കുണ്ട്, അല്ലെങ്കിൽ ഭരണപക്ഷത്തിനുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടിയുള്ള ബഡ്ജറ്റ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ നമുക്കറിയാം, ഇവിടെ സംസാരിച്ചപ്പോൾ നമ്മുടെ പോരാടത്തുള്ള മുസ്തഫ മെമ്പർ പറയുകയുണ്ടായി, തൊഴിലുറപ്പ് ഓഫീസിനെ സജ്ജമാക്കേണ്ട ആവശ്യകതയെ പറ്റി പറയുകയുണ്ടായി. നമുക്ക് കിട്ടുന്ന ഫണ്ടിൻ്റെ 10% മാത്രമേ റോഡ് വർക്കുകൾ ചെയ്യാൻ കഴിയൂ എന്ന് പറയുമ്പോഴും 15% പോയാൽ അടുത്ത വർഷത്തെ റോഡ് ഫണ്ടിൻ്റെ കുറവാണ് നമുക്ക് വരുന്നത്. അപ്പോഴും നമുക്ക് ആർജവത്തോടു കൂടി തൊഴിലുറപ്പ് പദ്ധതി ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ റോഡ് വർക്കുകൾ എടുത്ത് നമ്മുടെ റോഡുകളുടെ ക്ഷാമം അല്ലെങ്കിൽ പരാധീനതകൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകുമ്പോഴും അതിനു വേണ്ടി ഒരു ഇച്ഛാശക്തിയും കാണിക്കാത്ത ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ പൊതുവിൽ ഈ ബജറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ആശാവഹമായ ബജറ്റല്ല. സാധാരണ നമുക്കറിയാം, എല്ലാ ഭരണസമിതിയുടെ കാലാവധി അവസാനിപ്പിക്കുമ്പോൾ ജനക്ഷേമകരമായ ബജറ്റുകളാണ് പല പഞ്ചായത്തുകളിലും പലയിടത്തും, നമുക്ക് ലോക്സഭയിലായാലും നിയമസഭയായാലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. അങ്ങനെ പക്ഷത്തു നിന്നുള്ളൊരു ബജറ്റായിട്ട് തന്നെ കാണാൻ പറ്റത്തില്ല. എല്ലാ ഭാഗത്തെയും തൊട്ട് സ്പർശിച്ചുകൊണ്ട് ഒരു ഒഴുക്കൽ മട്ടിലുള്ള ഒരു ചടങ്ങ് തീർക്കൽ ബജറ്റായിട്ട് മാത്രമാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇതാണ് ഈ ബജറ്റിനെ പറ്റിയിട്ടുള്ള ഞങ്ങളുടെ അഭിപ്രായം.